തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വന്നോ യതഃ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വന്നോ യതഃ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വന്നോ യതഃ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. അങ്ങനെ 7 ദിവസമായിട്ട് 12 സ്കന്ധങ്ങളിൽ വിസ്തരിച്ച് ഉപദേശിച്ചതായ ഈ ഭാഗവതം ഈ മഹർഷിമാരെ കേൾപ്പിച്ചതിൻ്റെ ശേഷം ആ സൂതൻ ആ മഹർഷിമാരോട് പറഞ്ഞു, യോയം ദ്വിജാഗ്ര്യാവത ഭൂരിഭാഗ, ഹേ ബ്രാഹ്മണോത്തമരെ, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഭാഗവതം കേട്ടില്ലേ? ഭാഗവതം കേൾക്കുക എന്നുവെച്ചാൽ എളുപ്പമല്ല. അതുകൊണ്ട് വളരെ കേമായിട്ട് അതൊക്കെ കേട്ടു, ഭഗവാന്റെ തൃപ്പാദത്തിൽ മനസ്സും ഉറപ്പിച്ചു. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് എന്തേ ഇപ്പം ഉണ്ടായത്? അഹം ച സംസ്മാരിത ആത്മതത്വം. നിങ്ങളത് ചോദിച്ചതുകൊണ്ട് ഞാൻ പണ്ട് ഗുരുമുഖത്തിരുന്ന് കേട്ടതൊക്കെ ഒന്ന് സ്മരിച്ചെടുത്തു. അപ്പം അതൊന്ന് സ്മരിക്കാനും ആര് കാരണമായി? ഈ മഹർഷിമാർ കാരണമായി. അതുകൊണ്ടല്ലേ ഇപ്പോൾ സൂതൻ സ്മരിച്ചത്. അപ്പം അതുകൊണ്ട് സ്മരിക്കാനും നിങ്ങൾക്കത് ശ്രവിക്കാനും രണ്ടിനും ഹേതുവായത് നിങ്ങൾ കാരണമാണ്. അത് നിങ്ങൾ ശ്രേഷ്ഠരാണ് എന്ന് പറഞ്ഞു. എന്തേ വേണ്ടു ചോദിച്ചാൽ, ഈ ഭാഗവതം കേട്ടു മനസ്സിരുത്തി. അതുകൊണ്ട് ഭഗവാന്റെ മഹിമകൾ കേൾക്കലും ധരിക്കലും അങ്ങനെ സാധാരണക്കാർക്ക് സാധ്യമാവുന്നതല്ല. മാഹാത്മ്യം പറയുമ്പോൾ ആദ്യം പറയും ഭാഗവത ശ്രവണം ആർക്കാണ് എന്ന് ചോദിച്ചാൽ പറയും, ജന്മാന്തരേ ഭവേൽ പുണ്യം തത് ഭാഗവതം ലഭേൽ. പൂർവജന്മത്തിൽ സുഹൃതം ചെയ്തവർക്ക് ഈ ജന്മം ഉണ്ടാവണ ഭാഗ്യമാണ് ഭാഗവതം ശ്രവിക്കുക എന്നുള്ളത്. പൂർവജന്മത്തിൽ സുഹൃതമുള്ള കൂട്ടർക്ക് ഇത് കേൾക്കാനൊക്കെ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങി പിന്നോളത്രത്തോളം ഈ ദിവസം വരെ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്തു? ഈ ഭാഗവത ശാസ്ത്രാർത്ഥം ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേട്ടു മനസ്സിലെത്തി ധരിച്ചു. അപ്പോൾ ഈ ശാസ്ത്രാർത്ഥം കേൾക്കാനും ധരിക്കാനും മനസ്സിലാക്കാനും നമ്മൾക്ക് എന്തുണ്ടായി? പൂർവജന്മ സുഹൃത ഭാഗ്യം ഉണ്ടായി എന്നാ പറയുക. അപ്പോൾ അത് എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും ദിവസം ഈ സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിൻ്റെതായ ആ ധർമ്മമാർഗത്തിൽ കൂടി സഞ്ചരിച്ച് പോവുകയും ചെയ്തു. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പോൾ ഇത്രയും ദിവസം 6-7 ദിവസമായിട്ട് ഈ മഹാക്ഷേത്രത്തിൻ്റെ ഈ നടക്കലിരുന്നിട്ട് ഇത്രയും ദിവസം ഒരു അല്ലലില്ലാതെ കഷ്ടമില്ലാതെ ക്ലേശമില്ലാതെ ഭാഗവത ശാസ്ത്രാർത്ഥം നല്ലോണം കേട്ടു മനസ്സിരുത്തി. ഭാഗവത ശാസ്ത്രം നമ്മൾ ഇത്രയും ദിവസം ഇരുന്ന് കേട്ടത് നമ്മുടെ ഉള്ളിൽ ഇപ്പം ജ്വലിച്ച് വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ എന്തേ വേണ്ടു വെച്ചാൽ ഇടയ്ക്ക് ഒരു കൊള്ളി ഇങ്ങനെ അടുപ്പിൽ കൂട്ടി കൊടുക്കുക വേണ്ട. ഒരു വിറകിൻ്റെ കൊള്ളി തിളച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ തല ഇങ്ങനെ നിലനിർത്താൻ ഒരു കൊള്ളിയല്ലേ വേണ്ടു. തിളപ്പിക്കാൻ എടുത്ത വിറകിൻ്റെ കൊള്ളി എന്തിനു വേണ്ട? അതങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ട. ഈ 7 ദിവസം കൊണ്ട് നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് ഇങ്ങനെ ജ്വലിച്ച് തിളച്ചിരിക്കണ ആ ഭാഗവത ശാസ്ത്ര മഹിമ നിലനിർത്തി കൊണ്ടുപോകാൻ സജ്ജനങ്ങളായ നമ്മൾ ദിവസവും കുറേശ്ശെ ഭഗവാന്റെ നാമം ജപിച്ചും നമസ്കരിച്ചും ഭഗവാനെ ഭജിച്ചും ധ്യാനിച്ചും ഭഗവാന്റെ കഥകൾ ധാരാളം പറഞ്ഞും കേട്ടും ഭാഗവതമൊക്കെ കുറേശ്ശെ വായിച്ചും സഹസ്രനാമം പോലെയുള്ളതായ മഹിമകൾ ചൊല്ലിയും നമ്മളെ കൊണ്ടാവണ മാതിരി ശക്തിക്കനുസരിച്ച്
ആ അങ്ങനെ തീ കെടാതെ കാത്തു സൂക്ഷിക്കുക. തീ കെടാതെ കാത്തു സൂക്ഷിച്ചാൽ ഭാഗവതത്തിൻ്റെ മഹിമ എന്നും മഹിമയായിട്ട് ഉള്ളിലിരിക്കും. ഭാഗവതത്തിലുള്ള കൂട്ടരെ കുറേശ്ശെങ്കിലും 2 അധ്യായമെങ്കിലും വായിക്കുക. കുറേ വായിക്കണത് നന്ന, 2 അധ്യായമെങ്കിലും വായിക്കുക. അത്രയ്ക്കും സാധിക്കാത്തവർ 1 അധ്യായമെങ്കിലും, അതും പറ്റാത്തവർ 10 ശ്ലോകമെങ്കിലും ചൊല്ലിക്കോളൂ ദിവസം. അത്രയും ഇല്ലാത്തൊരു 2 ശ്ലോകമെങ്കിലും, ഒന്നുമില്ലെങ്കിൽ 1 ശ്ലോകമെങ്കിലും, അതും ഇല്ലെങ്കിൽ 1/2 ശ്ലോകമെങ്കിലും ഭഗവാന്റെ ആ മഹിമയുള്ളത് കുറേശ്ശെ നിത്യം അനുസന്ധാനം ചെയ്യുമ്പം ആ ഒരു മഹിമ നമ്മുടെ ഉള്ളിൽ ജീവിതത്തിൽ വെളിച്ചായിട്ട് ഒരു ദിക്കിലും തട്ടും മുട്ടും തടസ്സവും ഇല്ലാതെ മുമ്പിലേക്ക് പോകാൻ ഈ ഭാഗവതത്തിൻ്റെ ആ കൈവിളക്കല്ലേ, കയ്യിൽ കൊണ്ട് നടക്കുന്ന വിളക്ക് നമ്മുടെ മുമ്പിലേക്ക് നയിച്ചു കൊണ്ടുപോകും. ഒരു ദിക്കിലും അവരുടെ വഴി ജീവിതത്തിൽ മുട്ടില്ല, തട്ടില്ല, തടസ്സപ്പെടില്ല. ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളും ഭാഗവതം കേട്ടവരുടെ മുമ്പിൽ പ്രതിസന്ധികളാവില്ല. അതൊക്കെ വഴിമാറി പോവും. ആ ശക്തിയാണ് ഭാഗവതം കൊണ്ട് നേടേണ്ടത്. ഭഗവാൻ ഒരു വെളിച്ചമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. ആ ഭാഗവതമാണ് നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഇവിടെ ഇരുന്ന് കേട്ടത്. ഈ നാട്ടിലെ സജ്ജനങ്ങൾ വളരെ നന്നായിട്ടത് കേട്ടു. വളരെ നല്ല കാര്യമാണ്. വളരെ ശ്രദ്ധയോടെ, വലിയ ബഹളം ഒച്ചപ്പാടൊന്നും ഇല്ലാതെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടു. മനസ്സിരുത്തിയൊക്കെ നന്നായിട്ട് സന്തോഷമായിട്ട് കേട്ടു. നന്നായിട്ടൊക്കെ കേട്ട് മനസ്സിരുത്തിയിട്ട് അത് വലിയ ഭാഗ്യമായിട്ട് അനുഗ്രഹമായിട്ട് അവിടെ ഇരിക്കട്ടെ. എല്ലാവർക്കും അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ജീവിതത്തിൽ വെളിച്ചമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്നും അത് വെളിച്ചമായിട്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പം നിരന്തരം പോയിരിക്കുന്ന പടയ്ക്ക് വന്നു കഴിഞ്ഞ് ഇവിടുന്ന് വേറെ ഒരിക്കൽ ഇങ്ങനെ പല ദിക്കിലായിട്ട് നടക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ വന്നത്. വെച്ചാലും ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ളൊരു ഇത് നമ്മൾ പറയുക ചെറിയ അമ്പലത്തിലുള്ളൊരു സമ്പ്രദായങ്ങളും ഭഗവാന്റെ മഹിമയെ കണ്ടു തൊഴുകാനും ഇവിടെ വന്ന് ഈ മഹാക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കാനും ഭഗവാനെ നിരന്തരം കാണാനും തൊഴുകാനും ആ ഒരു മഹിമയിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചത് ഇപ്പോൾ ഇവിടെ വന്നതുകൊണ്ടാണ്. ഈ സജ്ജനങ്ങളെയൊക്കെ കാണാനും സജ്ജനങ്ങളുടെയൊക്കെ കൂടെ കൂടാനും അവരുടെയൊക്കെ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാനും സാധിച്ചതും ഇവിടെ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം നല്ലോണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ വളരെ പ്രസന്നനായിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കാനിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി, ആ ലോകനാഥനായ ഭഗവാൻ എല്ലാവരുടെയും ദേവന്മാരെ പോലും മുമ്പിൽ നിന്ന് നയിക്കണ ഭഗവാനാണ്. ദേവസൈന്യാധിപനായ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി. ആ സുബ്രഹ്മണ്യ സ്വാമി ഭഗവാൻ ഈ ദേശത്തിൻ്റെ നാഥനായിട്ട് ഇവിടെ നിന്ന് സകലരെയും അനുഗ്രഹിക്കട്ടെ. ഈ വെളിച്ചം എല്ലാവരുടെ ഉള്ളിലുണ്ടാവട്ടെ. നാമം ചൊല്ലിയും നമസ്കരിച്ചും എല്ലാവരും അത് വർദ്ധിപ്പിക്കുക, അത് ജ്വലിക്കുക. നിശ്ചയില്ലാത്തത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടും നിശ്ചയില്ലാത്തവർക്ക് നിശ്ചയുള്ളത് പറഞ്ഞു കൊടുത്തും ആ നന്മ വളരട്ടെ, വർദ്ധിക്കട്ടെ. നാമം ജപിച്ചും നമസ്കരിച്ചും അത് വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഭാഗവതം ഇവിടെ സമർപ്പിക്കാൻ പുറപ്പെടുകയാണ്. ഏതായാലും ഇവിടുത്തെ സജ്ജനങ്ങളെല്ലാവരും അത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് ധരിച്ചവരാണ്. അവരൊക്കെ നന്നായിട്ട് ചെയ്തു. നമ്മളും നമ്മുടെ ശക്തിക്കൊക്കെ അനുസരിച്ച് ധാരാളം ഒക്കെ ആയിട്ട് നമ്മളെ കൊണ്ട് ശക്തിക്കനുസരിച്ച് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഓട്ടം വാച്ചിട്ട് നടത്തും. നമ്മൾക്കാരോട് ആലോചന ഉണ്ടായിട്ടൊന്നുമില്ല നമ്മൾ അങ്ങനെ പറഞ്ഞത്. അതൊന്നും ആരും ഉള്ളിലല്ലോ ആലോചനയായിട്ട് കൂട്ടണ്ട. അതൊക്കെ പറയുമ്പം സജ്ജനങ്ങൾക്കത് കേട്ടാലല്ലേ നന്മ ഉണ്ടാവുള്ളൂ, അശ്രദ്ധ ഉണ്ടാവണ്ട എന്ന് കണക്കാക്കിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത്രേ അതിനർത്ഥമുള്ളൂ. അതിനുശേഷം അതിനൊരർത്ഥവും ഇല്ല. നമ്മളത് ഓർക്കാറുമില്ല, സ്മരിക്കാറുമില്ല, കണക്കാക്കാറുമില്ല. അത് ആ ഒരർത്ഥത്തിൽ കളഞ്ഞു. അപ്പം അതിൻ്റെ ആർക്കെങ്കിലും വിഷമം തോന്നിച്ചാൽ അതും അങ്ങോട്ട് അതിനൊരു നമസ്കാരം പറയുകയാണ് എല്ലാവരോടും. ഏതായാലും യഥാശക്തി നമ്മൾ ഈ ഭാഗവതം ഇവിടെ പറയാൻ ശ്രമിച്ചു. എല്ലാം ഭഗവാന്റെ കൃപാദത്തിൽ സമർപ്പിച്ച് ഈ യജ്ഞം ഇവിടെ